വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാരദാമ്മയാണെങ്കിൽ രശ്മിയോട് പറയുന്നുണ്ട് അവർ പറഞ്ഞതൊക്കെ എന്നിങ്ങനെ പറയുമ്പോൾ അതൊന്നും സാരമില്ല, അമ്മയെക്കുറിച്ച് ഓർത്തിട്ടല്ലേ എന്നിങ്ങനെ പറഞ്ഞ് അവരങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന സത്യഭാമയാണെങ്കിൽ അവിടെ രാഘവൻ നായരെ കാത്തിരിക്കുകയാണ്. പിള്ളയും പൊന്നിയും ഒക്കെയുണ്ട്. ഇതിപ്പോൾ കുറേ നേരം ആയല്ലോ വിളിച്ചിട്ട് എന്താ വരാത്തതെന്നൊക്കെ പറഞ്ഞ് ഭാമ പറയുകയാണ്. അന്നേരം പിള്ള പറയുന്നുണ്ട്, ഒറ്റയ്ക്ക് വിടണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ കൂടി ചെല്ലാമെന്ന് പറഞ്ഞതാണ്, ഞാൻ പോയിരുന്നെങ്കിൽ ഒരു തഞ്ചത്തിൽ എപ്പോഴേ കൊണ്ടുവന്നേനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഉപേന്ദ്രനാണെങ്കിൽ ചെയ്തതൊന്നും മറന്നിട്ടൊന്നുമല്ല, നമ്മളെല്ലാവരും പറഞ്ഞിട്ടും കതവ് തുറന്നില്ലല്ലോ, അനിയൻ വന്ന് പറഞ്ഞപ്പോൾ കതവ് തുറന്നിരിക്കുന്നു, എന്തോ ഒരു പ്രത്യേക സ്നേഹം കൂടിയിട്ടുണ്ട്, ഞാൻ എന്തായാലും അവൻ പറഞ്ഞാന്ന് വിശ്വസിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അയാൾ വിശ്വസിക്കാനൊന്നും കൊള്ളില്ല, അയാൾ പഠിച്ച കള്ളനാണ്, ഒരു ക്രൂരഭാവം എപ്പോഴും മുഖത്തുണ്ട് എന്നൊക്കെ പൊന്നിയും പറയുന്നുണ്ട്. അതിന് വിളിക്കുമ്പോൾ എത്താന്ന് പറയുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ അവരിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ശാലിനി വരുന്നുണ്ട്. അന്നേരം എല്ലാവരും കൂടി പുറത്തെന്താ ആരെയെ കാത്തിരിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ ആ ഉപേന്ദ്രൻ വന്ന് രാഘവേട്ടനെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുകയാണ്. അന്നേരം എന്തിനാ അയാളുടെ കൂടെയൊക്കെ പറഞ്ഞു വിടുന്നത് എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം വെഡ്ഡിങ് ആനിവേഴ്സറി മുടങ്ങിയതിൽ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് ജലപാനം പോലും ഇല്ലാതിരിക്കുകയായിരുന്നല്ലേ, അവൻ വന്ന് വിളിച്ചപ്പോഴും ഉടനെ കതവ് തുറന്നു കൂടെ പോവുകയും ചെയ്തു എന്ന്. പോകണ്ടെന്ന് പറഞ്ഞിട്ടും പിള്ള പോകാമെന്ന് പറഞ്ഞിട്ട് ഒന്നും കേട്ടില്ല എന്ന് പറയുകയാണ്. പിന്നെ അവനോട് ഇപ്പോൾ ഒരു പ്രത്യേക സ്നേഹമുണ്ട്, അനിയന് പ്രത്യേക ഒരു എവിടെന്നോ വന്നിരിക്കുകയാണ്, അസുഖമാണെന്നൊക്കെ പറഞ്ഞല്ലേ അവൻ കൂടെ കൂടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അവന് അസുഖം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ എന്തായാലും അവനെ വിശ്വസിച്ചിട്ടൊന്നും ഇല്ല എന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. അന്നേരം ശാലിനിയും പറയുന്നുണ്ട്, അയാൾ പഠിച്ച കള്ളം തന്നെയാണ്, എന്ത് തന്ത്രവും പറഞ്ഞ് കൂടെ കൂടും, എന്തൊക്കെ പറഞ്ഞാലും ഞാനും അയാളെ അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല, അയാൾ ചെയ്തതൊന്നും മറന്നിട്ടുമില്ല എന്നിങ്ങനെ പറഞ്ഞ് അവരിയ്ക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ഉപേന്ദ്രൻ എത്തുന്നുണ്ട്. ഉപേന്ദ്രൻ അങ്ങോട്ട് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ എത്തി, കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് രാഘവൻ നായരെ പിടിച്ചൊക്കെ ഇറക്കുകയാണ് കാറിൽ. അങ്ങനെ ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങളിങ്ങനെ എത്തി ഭാമേ എന്നിങ്ങനെ രാഘവൻ നായർ പറയുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് തന്നെ ശാലിനി അവിടെ നിൽക്കാതെ ശാലിനി മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. എന്നിട്ട് ആ മുകളിലെ ലാൻഡിങ്ങിന് അവിടെ നിന്നിട്ട് ഇവരുടെ സംസാരമൊക്കെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം പിന്നെ ഞാൻ എൻ്റെ അനിയൻ്റെ കൂടെ അല്ലേ പോയത്, നീ എന്തിനാ പേടിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് രാഘവൻ നായരാണെങ്കിൽ ഭാമയോട്. അന്നേരം രാഘവൻ നായർക്ക് ചെറിയൊരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ട്, പക്ഷേ ഭാമയോ അവരാരും അതങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. എന്നിട്ട് ഉപേന്ദ്രൻ പറയുന്നുണ്ട്, ഇടയ്ക്ക് ഏട്ടനെ ഇങ്ങനെ പുറത്തൊക്കെ വിടണം, എപ്പോഴും ഇങ്ങനെ അടച്ച് തന്നെ വെക്കാതെ, ഇപ്പോൾ ഏട്ടന് ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം ഭാമ പറയുന്നുണ്ട്, പിള്ളേ രാഘവേട്ടനെ അകത്തുകൊണ്ട് കിടത്ത്, കുടിക്കാൻ ചായയോ കാപ്പിയോ എന്താണെന്ന് വെച്ചാൽ എടുത്ത് കൊടുക്കുക എന്ന് പറയുകയാണ്. അന്നേരം പിള്ള പിടിച്ചുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട്. അന്നേരം ഉപേന്ദ്രൻ പറയുകയാണ്, ചായയും കാപ്പിയും ഇപ്പോൾ ഒന്നും വേണ്ട, ഞങ്ങളെല്ലാം കുടിച്ചിട്ട് തന്നെയാണ് വന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഏട്ടാ ഞാൻ പോവുകയാണ്, ഞാൻ പോയിട്ട് പിന്നീട് വരാമെന്ന് പറയുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ ഇങ്ങനെ തിരിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇപ്പം തന്നെ പോകണോ, കുറച്ച് നേരം എൻ്റെ അടുത്തിരുന്നിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ഒരു ആടിയാണ് ചോദിക്കുന്നത്. പക്ഷേ രാഘവൻ നായരുടെ ആ ഒരു ക്ഷീണമോ അസുഖമോ ആണ് അവരൊക്കെ കരുതുന്നത്. പക്ഷേ ശാലിനി സംസാരമൊക്കെ ഇങ്ങനെ ഇരുന്ന് എല്ലാ മോളിൽ നിന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് രാഘവൻ നായർ പറയുകയാണ്, ഭാമ എനിക്ക് കുറച്ച് ക്ഷീണം, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറയുമ്പോൾ പിള്ള അകത്തേക്കും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ ഏട്ടത്തി ഞാൻ പോയിട്ട് വരട്ടെ, പിന്നീട് വരാം എന്നൊക്കെ പറഞ്ഞ് ഉപേന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഉപേന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ശിവനാണെങ്കിൽ ഇങ്ങനെ വിഷ്ണുവിൻ്റെ ആ ഒരു ജീപ്പിൽ എത്തുന്നുണ്ട്. അന്നേരം ഉപേന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ശിവൻ ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇറങ്ങുന്നതൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ നീയാണല്ലേ പുതിയ അവതാരം ഇവിടെ വിഷ്ണുവായിട്ട് കയറി കൂടിയിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഞാൻ വിഷ്ണു അല്ല ശിവനാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് മാണിക്കോത്ത് ശിവൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശിവനായാലും വിഷ്ണു ആയാലും ഏതായാലും കൊള്ളാം, നീ ഇവിടെ പിന്നെ ഒരുത്തനാണെങ്കിലും അങ്ങോട്ട് തൊലഞ്ഞു പോയി, ഇനി അവൻ്റെ വേഷം രണ്ടാം പാർട്ടായിട്ട് ആളെ തകർക്കാനാണോ നിൻ്റെ ഉദ്ദേശം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഈ ശാലിനി ഈ ശിവൻ വരുന്നതും ഉപേന്ദ്രൻ സംസാരിക്കുന്നതും കേട്ടുകൊണ്ടെങ്കിൽ താഴോട്ട് ഇറങ്ങി വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അന്നേരം എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അതൊക്കെ ചോദിക്കാൻ താനാരാ എന്നിങ്ങനെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഊരിയിട്ട് പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് ശിവൻ ചോദിക്കുകയാണ്. ശിവനെ അങ്ങോട്ട് ഉപേന്ദ്രനും ഇഷ്ടപ്പെടുന്നില്ല, ഉപേന്ദ്രനെ ശിവനെ ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം പെട്ടെന്ന് ശാലിനി പറയുന്നുണ്ട്, ശിവ ഇത് അച്ഛൻ്റെ അനിയനാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനിയെ കാണുമ്പോൾ പെട്ടെന്ന് ഉപേന്ദ്രൻ ഭാവം അങ്ങോട്ട് മാറുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആ മോളെ ഞാൻ കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു, ഈ സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ ആകുമ്പോൾ ഏതാണെന്നൊക്കെ അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്കിൽ ശിവ ഞാൻ പോയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ശിവനെ പിടിച്ച് കൈയൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് കാറിലേക്ക് കയറുന്നുണ്ട്. പക്ഷെ അന്നേരവും ശിവനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഉപേന്ദ്രൻ അങ്ങ് പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ പിന്നെ ശിവൻ പറയുന്നുണ്ട്, ആളത്ര അച്ഛൻ്റെ അനിയനാണെന്നല്ലേ പറഞ്ഞത്, പക്ഷെ ആളത്ര റോങ് ആണല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അതെ അത്ര കാര്യമാക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ശാലിനിയും പോകാൻ തുടങ്ങുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, ശാലിനിയെന്ന് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പ്രകാശിനെ കണ്ടിരുന്നു, അവരുടെ ആ വിവാഹം നടത്താനുള്ളതിലാണ്, അത് ഇനിയിപ്പം നടത്തി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ശരിയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശിവൻ പറയുന്നുണ്ട്, ഈ വന്ന ആൾക്ക് എന്നെ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു, പക്ഷേ അടുപ്പിക്കാനായിട്ട്
കൊള്ളില്ല എന്ന് തോന്നുന്നു അല്ലേ എന്ന് പറയുകയാണ്. അന്നേരം വിഷമാണ്, അടുപ്പിക്കാനായിട്ട് ഒട്ടും കൊള്ളില്ല, കുറേ ക്രൂരതകളൊക്കെ ചെയ്തിട്ടുള്ളതാണ് എന്നിങ്ങനെ പറയുമ്പോൾ എന്നെ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് തിരിയുകയാണ്. എന്നിട്ട് ശാലിനി പിന്നെയും തിരിഞ്ഞിട്ട് ശാലിനി പറയുന്നുണ്ട്, നാളെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, കുട്ടികളോടൊപ്പം ഒന്ന് സ്കൂളിൽ പോകേണ്ടി വരും എന്നിങ്ങനെ പറയുമ്പോൾ അത് ഞാൻ പൊയ്ക്കോളാം ശാലിനി, കുട്ടികൾക്ക് അതായിരിക്കും ഇഷ്ടം എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ ശിവനെ നോക്കുകയാണ്. അന്നേരം ശിവനും ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ശാലിനി അങ്ങ് തിരിഞ്ഞു പോവുകയാണ്. എന്നിട്ട് ശിവൻ എന്തൊക്കെ ആലോചിച്ച് അവിടെ കുറച്ച് നേരമൊക്കെ നിൽക്കുന്നുണ്ട്. തുടർന്ന് രാത്രിയാണെങ്കിൽ അവിടെ ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ പ്രകാശിനെ ഇങ്ങനെ വീഡിയോ കോളൊക്കെ വിളിക്കുന്നുണ്ട്. അന്നേരം റാണി അപ്പുറത്തിരിക്കുകയാണ്. അന്നേരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അടുത്ത് നിന്ന് റാണിയാണെങ്കിൽ പിന്നെ റാണി കൂട്ടുണ്ട്, ഏട്ടൻ വരുന്നവരെ കൂട്ടുണ്ട് എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. അവർ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ റാണി പറയുകയാണ്, വാ ചന്ദ്ര നമുക്ക് റീൽസ് ചെയ്യാമെന്ന് പറയുകയാണ്. അന്നേരം മീര ജാസ്മിനും മാളവികയൊക്കെ ആവാനല്ലേ, എനിക്ക് രണ്ടുപേരുടെയും മുഖഛായൊന്നുമില്ല, നീ ഒറ്റയ്ക്ക് ചെയ്താൽ മതി എന്നൊക്കെ പറയുകയാണ്. അന്നേരം പ്രകാശിനോടും പറയുന്നുണ്ട് റീൽസ് ചെയ്യാനെ വിളിക്കുകയാണെന്ന്. അന്നേരം ചെല്ല് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്നിങ്ങനെ പ്രകാശം പറയുമ്പോൾ എങ്കിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് റാണിയാണെങ്കിൽ റാണിയുടെ അടുത്തേക്ക് ചന്ദ്ര ചെല്ലുന്നുണ്ട്. അന്നേരം പ്രകാശ് എനിക്ക് താല്പര്യമൊന്നുമില്ല, എന്നാലും പ്രകാശ് പറഞ്ഞു ചെയ്തോളാം എന്ന് പറയുമ്പോൾ നീ എല്ലാത്തിനും ഇങ്ങനെ സമ്മതം മേടിക്കാൻ നിന്നാൽ നീ ബുദ്ധിമുട്ടത്തേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ റാണി പറയുകയാണ്. അന്നേരം അത് ഞാനങ്ങ് സഹിച്ചു, ഇങ്ങോട്ട് വന്നേ നമുക്ക് ചെയ്യാമെന്നും പറഞ്ഞ് അവരിങ്ങനെ വീഡിയോ ഓണാക്കി ഒരു പാട്ടിൻ്റെ ട്യൂൺ അനുസരിച്ച് അവരിങ്ങനെ ഡാൻസ് ചെയ്യുകയാണ്. ഈ സമയത്ത് അവിടെ വേലായുധനും ഭാര്യയൊന്നുമില്ല, അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അന്നേരം വെളിയിലാണെങ്കിൽ ലാസർ ഒരു കാറിൽ വരുന്നുണ്ട്. ലാസറിനെ കാറ് ഇറക്കിയ ശേഷമോ കാർ അങ്ങ് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ലാസർ ഓടി വന്നിട്ട് അവിടെ മെയിൻ സ്വിച്ച് അങ്ങ് പെട്ടെന്ന് മീറ്റർ അങ്ങ് ഓഫ് ആക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇവരിങ്ങനെ റീൽസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കറണ്ട് പോയല്ലോ എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ലാസർ അവിടെ വാതിൽ തട്ടുന്നുണ്ട്. അന്നേരം ആരാ ഈ സമയത്ത് എന്നിങ്ങനെ ചന്ദ്ര പറയുമ്പോൾ നിൻ്റെ ഏട്ടനായിരിക്കും എന്ന് പറയുന്നുണ്ട്. അന്നേരം എങ്കിൽ ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്ര ടോർച്ചുമായിട്ട് അങ്ങോട്ടത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം റാണി പറയുന്നുണ്ട് ഈ സമയത്ത് കറണ്ട് അങ്ങനെ പോകാറില്ലല്ലോ എന്നും പറഞ്ഞ് റാണി കട്ടിൽ തന്നെ ഇരിക്കുകയാണ്. തുടർന്ന് ചന്ദ്ര ശിവനായിരിക്കും എന്നും പറഞ്ഞ് വാതിൽ അങ്ങോട്ട് തുറക്കുമ്പോൾ ലാസറിനെയാണ് കാണുന്നത് ആ ടോർച്ചിൻ്റെ വെട്ടത്തിൽ. മഹേന്ദ്ര സാർ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു, വന്നേ പുറത്ത് കാറ് വെയിറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് റാണി വാതിലടച്ചിട്ട് ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ അതിൽ തള്ളി തുറന്ന് ലാസറും പുറകെ വരികയാണ്. എന്നിട്ട് റാണി എന്നും പറഞ്ഞ് ഓടി ചെല്ലുന്നുണ്ട് ചന്ദ്ര. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇങ്ങോട്ട് വരാനെന്നും പറഞ്ഞ് ലാസർ ചന്ദ്രയെ പിടിച്ചു വലിക്കുകയാണ്. പക്ഷേ ഇവർ രണ്ടുപേരും കൂടി കുറച്ച് പ്രതിരോധിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. റാണി അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട് പ്രകാശല്ല ലാസറാണെങ്കിൽ. എന്നിട്ട് ചന്ദ്ര അപ്പുറത്തെ മുറിയിലേക്ക് പോവുകയാണ്. പക്ഷേ ചന്ദ്രയെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി തടുക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് ലാസറാണെങ്കിൽ അരയിൽ നിന്ന് ഇങ്ങനെ കത്തിയെടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, വരണമെന്ന് പറഞ്ഞിങ്ങനെ കാണിക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് ഇവർ വീണ്ടും തടുക്കുകയാണ്. അപ്പോൾ റാണിയുടെ കയ്യിലേക്ക് പ്രകാശല്ലല്ലോ ലാസറാണെങ്കിൽ ഇങ്ങനെ പോറുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുറിയുന്നുണ്ട്. അന്നേരം ലാസർ പെട്ടെന്ന് ഇങ്ങനെ പേടിച്ച് പോകുന്നുണ്ട്, പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. കൈ മുറിഞ്ഞു എന്ന് കാണുമ്പോൾ ചന്ദ്രയുടെ അല്ല റാണിയുടെ കൈ മുറിഞ്ഞു എന്ന് കാണുമ്പോൾ അവിടെയാണെങ്കിൽ അപ്പോൾ പുറത്താണെങ്കിൽ വേലായുധനും ഭാര്യയും കൂടി ഓട്ടോയിൽ വരുന്നുണ്ട്. അന്നേരം കറണ്ട് പോയി എന്ന് തോന്നുന്നു, ഈ പിള്ളേർ വിളക്ക് പോലും കത്തിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ ഉമ്മറത്തേക്ക് ഇങ്ങനെ കയറുമ്പോൾ ചന്ദ്രയാണെങ്കിൽ ഓടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ചന്ദ്രയെ പിടിക്കാനാണ് വേണ്ടി ലാസർ വരുന്നത്. അപ്പോൾ ചന്ദ്ര ഓടി ഉമ്മറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര ചെല്ലുകയാണ്. അന്നേരം പുറകെ ലാസർ വരുന്നുണ്ട്. അന്നേരം ഈ കത്തിയൊക്കെ കാണുമ്പോൾ വേലായുധൻ ഈ ലാസറിനെ തടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൾ കൂടിയെന്നാകുമ്പോൾ ലാസർ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ പുറത്ത് വീണ്ടും ആ കാറ് വരുന്നുണ്ട്. കാറിൽ കയറി ഈ ലാസർ അങ്ങ് പോകുന്നുണ്ട്. വേലായുധൻ പുറകെ ഓടുന്നുണ്ട്. അവൻ്റെ മുഖം ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നും പറഞ്ഞ് കാറിന് പുറകെ കുറച്ച് നേരം ഓടുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്ര അവിടെ മുറിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ റാണിയുടെ കൈ മുറിഞ്ഞു എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ വേലായുധൻ്റെ ഭാര്യയും പിന്നെ ചന്ദ്രയും കൂടി റാണിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാൾ കത്തി കൊണ്ട് പോറി കൈ മുറിഞ്ഞു എന്ന് പറയുമ്പോൾ രക്തം ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. പെട്ടെന്ന് വേലായുധൻ്റെ ഭാര്യ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേലായുധനെ വിളിക്കുകയാണ്, വന്നേ മോളുടെ കൈ മുറിഞ്ഞു, വണ്ടി വിളിക്കുക, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ആട്ടെ എന്നും പറഞ്ഞു അവരെല്ലാം കൂടെ അകത്തേക്ക് കയറുന്നുണ്ട്. ആ സീൻ അത്രേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അവർ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകും. ലാസറിനെ അവിടെ നിന്ന് ചന്ദ്രയെ കൊണ്ടുപോകാനും സാധിച്ചില്ല. തുടർന്ന് ആ രാത്രി തന്നെയാണ് രേഷ്മയാണെങ്കിൽ ഇങ്ങനെ ശാലിനി ഫോൺ ചെയ്യുന്നുണ്ട്, ഞാൻ രേഷ്മയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം എന്താ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് ശാരദാമ്മയെ കാണാനായിട്ട് പോയിരുന്നു, ശാരദാമ്മയുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്, കൂടെ നിൽക്കുന്ന 2 മക്കൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ശാലിനിയെ വിളിച്ചറിയിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം എന്താ കാര്യം ഇതുവരെ രേഷ്മ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് എന്തൊക്കെയോ മാനസികമായിട്ട് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകളാണ്, താൻ കാരണമാണ് ഇതെല്ലാം ഉണ്ടായതെന്ന്, വിഷ്ണു സ്വയം മരിച്ചതല്ല, അത് മരണത്തിലേക്ക് താനാണ് കൊണ്ടെത്തിച്ചത് എന്നൊക്കെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ആ ഒരു ചിതാഭസ്മം നിമഞ്ജനം ചെയ്യാൻ സാധിച്ചില്ലല്ലോ, പിന്നെ അതിലും എന്തൊക്കെയോ ദോഷങ്ങളുണ്ട്, കുട്ടികളെ കൊണ്ട് ബലിയിടിച്ചതിലും ഒരു എന്തൊക്കെയോ പാപമായിട്ടാണ് കരുതിയിരിക്കുന്നത്, വിഷ്ണുവിൻ്റെ ഹാർട്ട് ജീവിച്ചിരിക്കുക ബലിയിടിക്കാൻ പോയ ദോഷമല്ലേ എന്നൊക്കെയാണ് വേറൊരാളുണ്ട്. അതൊക്കെ അങ്ങനെ പറയുമ്പോൾ ശാലിനി ചോദിക്കുന്നുണ്ട് ഹാർട്ട് ആർക്കാണ് കൊടുത്തതെന്ന് രേഷ്മ കണ്ടെത്തിയും ചോദിക്കുകയാണ്. അന്നേരം രേഷ്മയൊന്നും മിണ്ടുന്നില്ല. ഒന്നുകൂടി ശാലിനി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അത് കണ്ടെത്തിയില്ല. പക്ഷേ അതൊക്കെ കൊണ്ടാണ് ശാരദാമ്മയ്ക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നാണോ രേഷ്മ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്.
പറയുന്നുണ്ട്. അന്നേരം അങ്ങനെയല്ല, പക്ഷേ അതിലേക്ക് എത്താനായിട്ട് സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കാണിച്ച് ഒരു ഇത് വരുത്തിയില്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകത്തേ ഉള്ളൂ. ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ പോലെയാണ് ശാരദാമ്മയെ കാണുന്നത്, അതുകൊണ്ടാണ് ശാലിനിയെ വിളിച്ചറിയിച്ചതെന്ന് പറയുമ്പോൾ അത് ഞാൻ വേണ്ട രീതിയിൽ മാനേജ് ചെയ്തോളാം, എന്തായാലും കാര്യങ്ങൾ വിളിച്ചറിയിച്ചതിന് നന്ദിയുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനി ഫോൺ വയ്ക്കുന്നുണ്ട്. തുടർന്ന് രേഷ്മ ഫോൺ വെച്ചതിന് ശേഷം തന്നെ ശാലിനി ആണെങ്കിൽ ശാരദാമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ ശാരദാമ്മയുടെ ആണെങ്കിൽ അവിടെ പൂജാമുറിയിൽ ഒരേ ഇരിപ്പ് തന്നെയാണ്, തറയിൽ ഇങ്ങനെ ഭിത്തിയോട് ചേർന്ന് ചാരി ഇരുന്നിട്ട് കണ്ണടച്ച് ഒരേ ഇരിപ്പ്. ആ ഫോണാണെങ്കിൽ ഇങ്ങനെ റൂമിൽ കട്ടിൽ കിടന്ന് ബെല്ലടിക്കുന്നുണ്ട്. ശാരദാമ്മ അത് കേൾക്കുന്ന പോലും ഇല്ല. അന്നേരം ശ്യാമ വന്ന് ഫോൺ എടുക്കുന്നുണ്ട്. എന്താ കുഞ്ഞേച്ചി വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അമ്മ എവിടെയും ചോദിക്കുമ്പോൾ അമ്മയാണെങ്കിൽ പൂജാമുറിയിലാണ്, ഒരേ ഒരു ഇരിപ്പാണ്, ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, ആരോടും മിണ്ടുന്നുമില്ല എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ അങ്ങോട്ട് വരാം, എന്നിട്ട് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറയുകയാണ്. അന്നേരം അമ്മയെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പനിയും ജലദോഷവും ഒന്നുമല്ല, അമ്മയ്ക്ക് വേറെന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. ഒരു സ്ത്രീ ഇവിടെ വന്നതിന് ശേഷമാണ് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അത് ആ സ്ത്രീ ആരാണെന്നാണ് അറിയേണ്ടത്. അത് കുഞ്ഞേച്ചിക്ക് അറിയാമല്ലോ, പറയും ആരാണ് ആ സ്ത്രീ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനിയൊന്നും മിണ്ടുന്നില്ല. ഇവരൊന്നും പറയുന്നുണ്ടോ, നിങ്ങളാരും പറയില്ലല്ലോ, നിങ്ങൾക്ക് ഒരുപാട് രഹസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തായാലും ഇനിയിപ്പോൾ ഏത് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുകൂടി പറഞ്ഞാൽ മതി. ഇനി ശാരദയ്ക്കും മക്കൾക്കും ആ ഒരു പേര് കൂടിയേ വീഴാനുള്ളൂ, ഭ്രാന്തുള്ള കുടുംബം എന്നുള്ളത്. എല്ലാവരും കൂടി സ്നേഹിച്ച് ഇങ്ങനെ ആക്കിയല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്യാമ അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് വിശേഷം തിരക്കാൻ വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ടിലേക്ക് എറിയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ശാലിനിയാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അതിനുശേഷം ആ രാത്രി തന്നെയാണെന്ന് തോന്നുന്നു ശിവനാണെങ്കിൽ അവിടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം റാണിയല്ല ചന്ദ്രയാകെ കരച്ചിലാണ്. അന്നേരം നീ കരയാതെ കാര്യം പറയുമെന്ന് പറയുമ്പോൾ ആ ലാസർ ഇവിടെ വന്നിരുന്നു, അയാളുടെ കത്തി കൊണ്ട് റാണിയുടെ കയ്യിൽ മുറിവേറ്റു, റാണി ഉള്ളത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്, പിന്നെ എന്നെ കൊല്ലാൻ തന്നെയാണ് വന്നത്, വേലാതായിട്ടുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നിങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല, ഞാനില്ലേ, നീ പേടിക്കണ്ട, പിന്നെ ഞാനുള്ളപ്പോൾ ഇനി എന്തായാലും വരില്ല എന്ന് പറയുകയാണ്. ഇല്ല ഏട്ടാ, അയാൾ ഇനിയും വരും, കൊല്ലാൻ തന്നെയാണ് വന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതിപ്പോൾ നമ്മുടെ അച്ഛനല്ലേ, അങ്ങനെ കൊല്ലാനൊന്നും ആയിരിക്കില്ല, ഒന്ന് പേടിപ്പിക്കാനായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ഇല്ല ഏട്ടാ, അയാൾ കൊല്ലാൻ തന്നെയാണ് വന്നത്, ഇനി അയാൾ വരും, അത് വേലായുധേട്ടനുള്ളത് കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്നിങ്ങനെ തറപ്പിച്ച് ചന്ദ്ര പറയുമ്പോൾ ശിവനെ അത് വിശ്വസിക്കുന്നുണ്ട്. ശിവനാകപ്പാട് ഒരു ഷോക്കാവുന്നുണ്ട്. അച്ഛനിങ്ങനെ മക്കളെ കൊല്ലാൻ വേണ്ടി ആളിനെ വിട്ടു എന്നറിയുമ്പോൾ ചന്ദ്രയാണെങ്കിൽ കരഞ്ഞ് ശിവനങ്ങ് ചേർത്ത് പിടിക്കുകയാണ്, ഒരു ആശ്വാസം എന്ന പോലെ. ഇത്രയുമാകുമ്പോൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ശിവൻ എന്തായാലും മഹേന്ദ്രനെ കാണാനായിട്ടൊരു പോക്ക് പോകുമായിരിക്കും. അവിടെയും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാനാണ്. അതിനുശേഷമാണ് ഈ കല്യാണം ഉറപ്പിക്കുന്നതും നിശ്ചയിക്കുന്നതും പിന്നീട് അവർ നടത്താൻ പോകുന്നതും ഒക്കെ. അതൊക്കെ നടക്കുമോ ഇല്ലയോ എന്ന് കാണാം. ഓക്കെ, താങ്ക് യു.